ഞാൻ ഗുൽഹന്ദിനെ മനസ്സിലാക്കിയത് ഈ അധികാരത്തിലൊന്നും സ്വാധീനമില്ലാത്ത താല്പര്യമില്ലാത്ത സാത്വികനായിട്ടുള്ളൊരു മനുഷ്യൻ. സാത്വികം എന്ന് വെച്ചാൽ നിങ്ങൾ അദ്ദേഹത്തിന് വേറെ ഗേൾഫ്രണ്ട് ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ശശി തരൂരിനൊരു സാധ്യത. ശശി തരൂരിന്റെ അവസ്ഥ എന്താ ശരിക്കും? ശശി തരൂരിനെ ഇവിടെ പെടുത്തണം എന്നാണ് ഇപ്പം. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ എന്നെ ശശി തരൂർ എന്താണെന്ന് അറിയില്ല. ശശി തരൂര് ഞാൻ പറയാം വലിയ ആളോട് ശാസ്ത്രഗാനം പഠിച്ചിട്ട് നമ്മുടെ പണ്ട് കൊച്ചിയിൽ കുറെ മിമിക് ആക്ഷൻ സിനിമകളുണ്ടായി. അതിൽ നായകനാക്കാൻ പറ്റും. ഇയാൾ അങ്ങനെ ഗ്ലോബലി നടന്നുകൊണ്ടിരുന്ന ഒരാളാണ്. ഈ BJP പിന്നെ കേരളം ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ എത്ര കാലം എടുക്കും? 10-15 വർഷം വരെയാണ്. 15 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ 15 വർഷം BJP വരും. ശോഭാ സുരേന്ദ്രനൊക്കെ സഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുവരെ ആരും ഉന്നയിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവരെ ഉന്നയിച്ചൊന്നും വരും. അതുകൊണ്ട് അവർക്ക് 5 സീറ്റ് കിട്ടിയ കേരളത്തിലെ മുസ്ലിങ്ങൾ മൊത്തം പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നില്ല. ഗൂഗിൾ പേ ഒക്കെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ അതിനൊരു തട്ടിപ്പായിട്ടാണ് കണ്ടത്. പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ ഗുണം സാധാരണക്കാർ അനുഭവിക്കുന്നത് ഞാൻ കണ്ടു. അക്കൗണ്ടബിളായി റിയൽ എസ്റ്റേറ്റ് വില കുറഞ്ഞു. ഏറ്റവും കൂടുതൽ മുദ്രാ ലോണുകൾ പോകുന്ന മലപ്പുറത്താണ്, തൃശ്ശൂർ പോലും അല്ല. ഏറ്റവും കൂടുതൽ മുദ്രാ ലോണുകൾ എടുക്കുന്നത്. അപ്പം പയ്യന്മാർ ഇതൊക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പിടിവിടുമ്പോൾ അവരുടെ ഇടയിൽ നിന്നും ഈ ട്രൂലി രാഷ്ട്രീയം മതം നോക്കാതെ രാഷ്ട്രീയത്തെ കാണുന്ന ഒരു വിഭാഗം ഉണ്ടായി വരും എന്ന് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞങ്ങളെ ഈ പൊതുസുഹൃത്ത് ദിവസം ഞാൻ വന്ന് കാനത്തോട് ഒരിക്കൽ സോറി പറയാം. അതിനോട് ഒരു ദിവസം ഞാൻ വിളിക്കാൻ തോന്നുന്നു. പക്ഷേ അതിൻ്റെ അദ്ദേഹത്തിന് അസുഖം വന്നു. എനിക്ക് ഇപ്പോൾ പറയാതെ പോയൊരു സോറിയാണ്. അത് ഞാൻ പറഞ്ഞത് തെറ്റുകൊണ്ടല്ല. അത് ഗ്രൂപ്പുകളിയൊക്കെ തരാം. ഇപ്പോൾ ഇസ്മായിൽ ഖാനൊക്കെ വെട്ടി തരത്തെ പറയാമല്ലോ. പക്ഷേ അത് ഞാൻ പറയാൻ പാടില്ല. ഞാനൊരു ലെഫ്റ്റ് നാഷണലിസ്റ്റാണ്. വളരെ കൃത്യമാണ്. ലെഫ്റ്റാണ്. ജനങ്ങൾക്ക് ഗുണം കിട്ടണം. നാഷണലിസ്റ്റ്. രാജ്യത്തിന് വേണ്ടി ഭരിക്കാൻ തയ്യാറാണ്. ആരായിരിക്കും അടുത്തൊരു മുഖ്യമന്ത്രിയായി UDF കാണുന്നത്? അതാണ് പ്രശ്നം. ഇവരെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഈ ചോദ്യത്തിന് അവർ പോലും ഉത്തരമില്ല. അതാണ് നാട്ടുകാർക്ക് ഇവരെ വിശ്വാസമില്ലാത്തത്. അത് ചിലപ്പോൾ ആരും ആവാം. രമേശ് ആവാം, സതീശനാവാം, വേണുഗോപാലാവാം. ചിലപ്പോൾ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും എമേജ് ചെയ്ത് വരുന്നത്. ശശി തരൂരിനൊരു സാധ്യത. ശശി തരൂരിന്റെ അവസ്ഥ എന്താ ശരിക്കും? ശശി തരൂരിനെ ഇവിടെ പെടുത്തണം എന്നാണ് ഇപ്പം. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ എന്നെ ശശി തരൂർ എന്താണെന്ന് അറിയില്ല. ശശി തരൂര് ഞാൻ പറയാം വലിയ ആളോട് ശാസ്ത്രഗാനം പഠിച്ചിട്ട് നമ്മുടെ പണ്ട് കൊച്ചിയിൽ കുറെ മിമിക് ആക്ഷൻ സിനിമകളുണ്ടായിരുന്നു. അതിൽ നായകനാക്കാൻ പറ്റും. ഇയാൾ അങ്ങനെ ഗ്ലോബലി നടന്നുകൊണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി ആവാൻ വേണ്ടി വന്നതാണ്. ആ സമയമൊക്കെ തെളിഞ്ഞു വന്നിരുന്നു. ആ സമയത്ത് ആവശ്യമില്ലാതെ വിവാദം വന്നു. അങ്ങനെ ഇന്ത്യയുടെ കൾച്ചറൽ കോണ്ടക്സ്റ്റ് പിടിയില്ല. കാരണം കാറ്റിൽ ക്ലാസ് വിവാദം വന്നു. പിന്നെ അദ്ദേഹം ഈ ഗേൾഫ്രണ്ട് പിന്നെ ഭാര്യയായിട്ടുള്ള അവരുടെ കൂടെ ഇതൊക്കെ അദ്ദേഹത്തിന് നെഗറ്റീവായി. എങ്കിൽ പോലും തിരുവനന്തപുരത്ത് പോയി കഴിവുള്ളവർ അംഗീകരിക്കുന്ന ആളുകളായതുകൊണ്ട് അദ്ദേഹം ജയിച്ചു പോയി എന്നുള്ളത് വേറെ കാര്യം. പിന്നെ അദ്ദേഹത്തിന് ഈ ആ തീരദേശത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണമെന്ന് അറിയാം. 2 മുസ്ലിംസിൻ്റെ മോഡി പേടി ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം ജയിക്കുന്നത്. അങ്ങനെ സെക്കൻഡ് BJP ആണല്ലോ അവിടെ. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു MP ആയിരിക്കാന്ന് വെച്ചാൽ വേറെ പണിയില്ലേ. അതിലും കൂടുതൽ അദ്ദേഹം പ്രസംഗിച്ച കാശ് കിട്ടും. ശശി തരൂരിനെ ഇപ്പം അറിയുന്ന സ്ഥലങ്ങൾ വേറെ രീതിയിൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഹീസ് നോട്ട് ഹാപ്പി റൈറ്റ് നൗ. അതാണ് പ്രശ്നം. കോൺഗ്രസ് അദ്ദേഹം ഹാപ്പി അല്ല. അതിൻ്റെ ഒരു വിഷയമാണ്. അപ്പം BJPയിലേക്ക് പോയി കഴിഞ്ഞാലോ, അന്ന് BJP ചേർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം വിദേശകാര്യ മന്ത്രിക്കാണ്. ഇപ്പോഴാണെങ്കിൽ ജയശങ്കർ വളരെ നന്നായിട്ട് ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ട് ആ പണി എടുക്കുന്നുണ്ട്. പിന്നെയുള്ള ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി അങ്ങനെയുള്ള പോസ്റ്റാണ്. ഒരാളെ കൊടുക്കുമ്പോൾ നമ്മൾ ആനേനോട് ചോദിക്കിടത്താൻ പറ്റില്ലല്ലോ. ഇന്ത്യൻ കോണ്ടക്ഷൻ അങ്ങനെ ആനയാണെന്ന് വിചാരിക്കുക. അപ്പം എന്താ ഉള്ളത്? അങ്ങനെ ഉപരാഷ്ട്രപതി ആക്കണ മോഡി ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ ഓരോ മേഖലയിലും വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളെയാണ് മൂപ്പർ കൊണ്ടുവരുന്നത്. അത് പഴയ ധൻഖർ ആണെങ്കിലും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള മൂപ്പരാണെങ്കിലും ഉപരാഷ്ട്രപതി ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു വോട്ടിനെ മൊബിലൈസ് ചെയ്യാൻ ശേഷിയുള്ള ആളല്ലാരും ശശി തരൂർ. ശശി തരൂരിന് ആകപ്പാടെ പറ്റുന്നതെന്ന് വെച്ചാൽ ഇന്ത്യക്ക് കുറച്ച് സേക്കപ്പം കൂടി വന്നിട്ടുണ്ട്. അപ്പം ഐക്യരാഷ്ട്രസഭയിൽ ഒന്നും കൂടി ശ്രമിച്ചു നോക്കാം. അതാണ് അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, അധ്യക്ഷനാകാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അമേരിക്കയായിട്ട് നല്ല ബന്ധമല്ല. അമേരിക്കയ്ക്ക് ആഗ്രഹമുള്ള ആളുകൾ അവിടെ വരുള്ളൂ. അപ്പം അദ്ദേഹത്തിന് ആ ഒരു പ്രശ്നം. പിന്നെ കേരള മുഖ്യമന്ത്രിയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാണിച്ച് കോൺഗ്രസ് ശക്തമായ ഒറ്റക്കെട്ടായ പ്രവർത്തനം, മുമ്പൊരു ഇലക്ഷനിൽ ലീഡറും അവസാന ലീഡറും മുഖ്യമന്ത്രി ഇലക്ഷനിൽ ലീഡറും ആന്റണി ചെയ്ത പോലെ ചെയ്താൽ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരും. കാരണം പെണ്ണുങ്ങളെയും യുവാക്കളെയും ശശി തരൂരിന് സ്വാധീനിക്കാൻ പറ്റും. ശശി തരൂർ ആന വലിയ രീതിയിൽ ആനായി നിൽക്കുന്നത് കേരളത്തിലാണ്. പക്ഷേ കോൺഗ്രസ് അത് ചെയ്യില്ല. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് ശശി തരൂരിനെ അത്തരത്തിൽ നിർത്തണമെന്നുള്ള തീരുമാനമില്ല. അവിടെയാണ് എനിക്ക് രാഹുൽ ഗാന്ധിനെ മനസ്സിലാവുന്നത്. ഞാൻ രാഹുൽ ഗാന്ധിനെ മനസ്സിലാക്കിയത് ഈ അധികാരത്തിലൊന്നും സ്വാധീനമില്ലാത്ത താല്പര്യമില്ലാത്ത സാത്വികനായിട്ടുള്ളൊരു മനുഷ്യൻ. സത്യം എന്ന് വെച്ചാൽ നിങ്ങൾ അദ്ദേഹത്തിന് വേറെ ഗേൾഫ്രണ്ട് ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സത്യം എന്ന് വെച്ചാൽ അങ്ങനെ ആർത്തിയൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ. ബാക്കി മനുഷ്യന്മാരല്ലേ സ്വാഭാവികമായിട്ടും. അപ്പം അങ്ങനെ ആളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ആര് വന്നാലും കണക്കാണ്. മനസ്സിലായില്ലേ? പിന്നെ ശശി തരൂർ വേറെ രീതിയിൽ ഹൈജാക്ക് ചെയ്ത് വേറെ ആളുകളെ കൊണ്ടുവന്ന് വിചാരിക്കണം. മൂപ്പർക്ക് പ്രധാനമന്ത്രി ആയാലും മതി. അപ്പം പക്ഷെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടോ
ശശി തരൂരിന് ആ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റുള്ള ഈ ഉപദേശക വൃന്ദങ്ങൾ അവരാണ് രാഹുൽ ഗാന്ധിയെ ശശി തരൂരിനെതിരെ തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ശശി തരൂർ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിലുള്ള പ്രധാനപ്പെട്ട എല്ലാവരും ഡിമ്മായി പോകുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ശശി തരൂരിൻ്റെ മത്സരത്തിന് രമേശ് ചെന്നിത്തല പ്രവർത്തിച്ചത് ഇങ്ങനെ വേണ്ടിയിട്ടാണ്. അത് വേണ്ടിയിട്ട് നമ്മളിപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന് വേണ്ടിയിട്ടാണ്, ശശി തരൂരിന് വേണ്ടിയിട്ടാണ്. ഇവിടെ രാഘവേട്ടനെ പോലുള്ള ചുരുക്കം ചില ആളുകളാണ്, കേരളത്തിൽ കുറേ പയ്യന്മാരാണ് ശശി തരൂരിന് വേണ്ടി പ്രവർത്തിച്ചത്. ശരിക്കും കോൺഗ്രസ് ഇപ്പം ഞാൻ പറയാൻ ശശി തരൂർ വരാൻ കാരണം LDFിൻ്റെ പഠനം മോശമായതുകൊണ്ടല്ല. ശശി തരൂരിനെ പോലെ ആൾ വരുമ്പോൾ ഈ നിഷ്പക്ഷ വോട്ടർമാരുണ്ടല്ലോ, അവരും കൂടുതൽ എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ അവരും സ്ത്രീകളും യുവാക്കളും ഇവർ ഒരു കൺസൾട്ടേഷൻ വരും. അത് കോൺഗ്രസിന് ഗുണം ചെയ്യും. പക്ഷേ കോൺഗ്രസ് അത് ചെയ്യില്ല. അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ഈ രീതിയിലായത്. RSSകാർ പോലും കോൺഗ്രസിന് അല്ലേ വോട്ട് ചെയ്ത് ഇന്ദിരാഗാന്ധി ഭാവി എന്തായിരിക്കും കരുതുന്നത്? അതൊരു ചോദ്യമാണ്. അത് വലിയ ചോദ്യം. പൊളിറ്റിക്സ് എന്താണ് ഇപ്പം? അത് BJP ആയിട്ട് അലൈൻ ചെയ്യണം, അല്ലെങ്കിൽ കാര്യമില്ല. CPM അങ്ങനെ കൊണ്ട് കാര്യമൊന്നുമില്ല. CPM ആവശ്യത്തിന് നേതാക്കന്മാരുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇതാണ് സ്ഥിതി. പിന്നെ മോഡിക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നത്, മോഡി ആളുകളെ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരാളാണ്. UN സെക്രട്ടറി ജനറൽ ആക്കാൻ പറ്റുമെങ്കിൽ നന്നാവും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. മോഡിയും ട്രംപും തമ്മിൽ ഇപ്പോൾ നല്ല ബന്ധമല്ല. അല്ലെങ്കിൽ ട്രംപിൻ്റെ കെയർ ഓഫിലൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അവിടെയാണ് പ്രശ്നം. ശശി തരൂർ ഇപ്പോൾ പിണറായിക്കും നരേന്ദ്രമോദിക്ക് അനുകൂലമായി നക്ഷത്രങ്ങൾ അണിനിരക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നക്ഷത്രങ്ങൾ ശശി തരൂരിന് അത്ര അനുകൂലമല്ല. അതാണ് പ്രശ്നം. ഈ ലീഗും SNDP NSS ഒക്കെ മുൻകാലങ്ങളിൽ ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല പ്രധാനമന്ത്രി വരെ ആവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് വിലയിരുത്തിയ ആളുകളാണ്. പക്ഷെ അവർ പോലും ഇപ്പോൾ ശശി തരൂരിനൊപ്പം നിൽക്കുമെന്ന് തോന്നുന്നു. അല്ല, ഇതിന്റെ ഒരു പ്രോബ്ലം ആണ്. അവരെയൊക്കെ സപ്പോർട്ട് അദ്ദേഹത്തിന് ലോഞ്ച് ചെയ്യാൻ ഗുണം ചെയ്യും. പക്ഷെ അത് ലോഞ്ച് ചെയ്യപ്പെടുന്നില്ല. മാത്രമല്ല അത് ഉറച്ചു നിൽക്കുന്നില്ലല്ലോ. ഈ കേരളത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ശത്രുവാരാണ്, ഇന്ത്യയിലാരാണ്? BJP. കോൺഗ്രസിന്റെ ME വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അദ്ദേഹം ഈ BJP. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം നോക്കാൻ നല്ലതിനെ പൊരുത്തുന്ന ഒരു ശീലം വേണം ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക്. നമ്മുടെ നാട്ടിൽ അതില്ല. മനസ്സിലായില്ലേ? ഒരു ദിവസം എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ജ്യോതികുമാർ ചാമക്കാലിനോട് മാതൃഭൂമിയിലെ ചർച്ച ചോദിക്കുന്നു, LDF ഗവൺമെന്റ് എത്ര മാർക്ക് കൊടുക്കും? അല്ല, ജ്യോതികുമാറിനോടല്ല, വേറൊരാളോട് ചോദിക്കുന്നു. അപ്പൊ അയാൾ 60 മാർക്ക് എന്ന് പറഞ്ഞു. 60 40 മാർക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ കോൺഗ്രസിന്റെ പ്രമുഖനായ വേറെ നേതാവിനെ കണ്ടു. ഞാൻ ചോദിച്ചു എങ്ങനെ വിലയിരുത്തും? അപ്പൊ അങ്ങനെ 0 മാർക്ക്. അപ്പൊ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു. അയാൾ എന്ത് പറഞ്ഞു? മണ്ടത്തരല്ലേ പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടുണ്ടോ? 0 ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതാണ് നമ്മുടെ അതിൻ്റെ രീതി. അങ്ങനെ നിൽക്കുമ്പോൾ ശശി തരൂർ ഇങ്ങനെ ആടിക്കളിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും സുമാനാഥ് സാറിനൊക്കെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ഇൻറ്റഗ്രിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആടിക്കളിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെ തീരെ അവർക്കൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇദ്ദേഹം ആദ്യം കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നു, പിന്നെ BJPക്ക് വേണ്ടി സംസാരിക്കും. ഇങ്ങനെ താഴെ കളിക്കുന്ന ആളെ ഇവർക്കെതിരെ തിരിയില്ലെന്ന് എന്തോ ഉറപ്പ്? ഇവർക്കൊക്കെ അങ്ങനെ ഇപ്പം രമേശിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് സുമാനാഥ് ആണ്. രായ്ക്ക് രാമായണൻ നിങ്ങൾ മീഡിയക്കാർ ആക്രമിച്ച സമയത്ത് രമേശ് ചെന്നിത്തല നിലപാട് ഞാൻ സെക്യുലറാണ്, എൻ്റെ സെക്യുലറിസത്തെ ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത്, എനിക്കങ്ങനെ ഒരു സ്ഥാനം മേടിച്ചേണ്ടാന്ന്. അപ്പോൾ ആരായി? കേരളമായി നിൽക്കുന്ന സത്യത്തിൽ ഇപ്പം NSS ഈ പറയുന്ന വർഗീയ നിലപാട് എടുക്കാത്തതുകൊണ്ട് സെക്യുലറായി നിൽക്കുന്നുണ്ട്. അല്ല, അന്ന് VDJSന്റെ കൂടെ 2014 NSSും കൂടി ചേർന്നാൽ കോൺഗ്രസും ഉണ്ടാവില്ല, ചിലപ്പോൾ BJP ഇപ്പോൾ ഭരിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? ആ സുമാനാഥ് സാറിനെ എന്ത് ചെയ്തു? രമേശ് ചെന്നിത്തല ഈ പ്രസ്ഥാനോട് ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം കൂടി വർഗീയവാദികളെന്ന് വിളിച്ചു. അവർക്ക് ഇപ്പം കാര്യം പിടികിട്ടിയിട്ടുണ്ട്. അതാണ്. അപ്പം അങ്ങനെ അതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് മുമ്പത്തെ ഒരു സ്വീകാര്യത NSS കിട്ടാത്തത്. ശശി തരൂരാണ് ഈ കാര്യം രമേശ് ചെന്നിത്തലൻ്റെ വാപ്പാന്ന് വിചാരിക്കും മൂപ്പരെ വർത്താനം കേട്ടാൽ പലപ്പോഴും. കാരണം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി നേതാവായിരിക്കുക, BJPയെ സപ്പോർട്ട് ചെയ്യുക. അതെങ്ങനെ ശരിയാവും? അല്ലെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ശീലം വേണോ? നമ്മുടെ നാട്ടിൽ അങ്ങനെ ശീലമല്ലല്ലോ. ഈ BJP എത്രത്തോളം ഇപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത്? ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ടീമൊക്കെ എഫക്റ്റീവായിട്ട് വരുന്നൊരു സമയമാണ്. അത് അടുത്ത ഇലക്ഷനിലേക്ക് അത് ഗുണം ചെയ്യുമോ? എങ്ങനെയാണ് അതിനെ വരാൻ പോകുന്നതെന്ന് കരുതുന്നു? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിണറായി വിജയനെ മുന്നേ സപ്പോർട്ട് ചെയ്തു. അതിന് കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ പിണറായിക്ക് പറ്റുമെന്ന് തോന്നൽ എനിക്കുണ്ടായിരുന്നു. അത് ശരിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ രാജീവ് ചന്ദ്രശേഖരാണ്. പിണറായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അവിടുത്തെ ഇനി വേണമല്ലോ നമുക്ക്. അപ്പം രാജീവിനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം കേരളത്തിൽ ഒരു പക്ഷേ ആദ്യമായി പോസിറ്റീവ് പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന രാജീവാണ്. രാജീവ് യാതൊരു തരത്തിൽ നെഗറ്റീവ് വിമർശനം നടത്തുന്നില്ല. മാത്രമല്ല രാജീവ് ന്യൂനപക്ഷങ്ങളൊക്കെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നു. പുതിയ കൊള്ളാവുന്ന ചെറുപ്പക്കാരെല്ലാം മിക്ക രാഷ്ട്രീയ പാർട്ടികളിലും ഓരം ചേർക്കുമ്പോൾ രാജീവ് ഒരു പുതിയ കൊള്ളാവുന്ന ടീമിനെ ഉണ്ടായിക്കൊണ്ടുവരുന്നു, കൊള്ളാവുന്നവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു. പിന്നെ ആരെന്ത് വിമർശനം വെച്ചാൽ രാജീവ് പ്രതികരിക്കുന്നില്ല, കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നതിനാണ് രാജീവ് താല്പര്യം. അപ്പം മാത്രമല്ല അദ്ദേഹം ഒരു വിഷണറിയാണ്. വിഷണറി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം എപ്പോഴും അദ്ദേഹം എവിടെയൊക്കെ പോയിട്ടുണ്ടോ
അദ്ദേഹം അവിടെയൊക്കെ വെന്നിക്കൊടി വഹിച്ചിട്ടുണ്ട്. എവിടെയും തീരെ താല്പര്യമില്ലാത്ത മേഖലയിൽ പോയിട്ടുകൊണ്ട് അവിടെ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പം രാജീവ് പിണറായി ഇപ്പം വളർത്തിക്കൊണ്ടുവന്ന കേരളത്തെ അടുത്തൊരു ഘട്ടം ഈ ഒരു ജെൻസിയുടെ ഹോപ്സ് ആൻഡ് ആസ്പിറേഷൻസ് അനുസരിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് വളർത്തിക്കൊണ്ടുപോകാൻ ശേഷിയുള്ള നേതാവായിട്ടാണ് ഞാൻ രാജീവിനെ കാണുന്നത്. രാജീവ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതായത് ഒച്ചയും വിളിയൊന്നും ഇല്ലാതെ വളരെ സൈലൻ്റായി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം ഉള്ളത് വെച്ചാൽ ഇവിടെ നിലവിലുള്ള ഇടത്തരം നേതാക്കന്മാർ രാജീവിനെതിരായെന്നും കേട്ടു. അവർ പാലം വലിച്ചാൽ കളി നടക്കില്ല. തിരുവനന്തപുരത്ത് തന്നെ രാജീവ് തോൽക്കുന്ന RSS വോട്ട് ചെയ്യാൻ പോയിട്ടാണ്. അവർക്ക് കുമ്മനത്തിന് സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് അവർ വോട്ട് ചെയ്യാൻ പോയില്ല പല സ്ഥലത്തും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ആ രീതിയിലൊരു സമീപനം ഇപ്പം RSSന് ഭാഗത്തുണ്ടാകുന്നു എനിക്ക് തോന്നുന്നില്ല. BJPൻ്റെ ഇടത്തരം നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യത. അങ്ങനെ വന്നാൽ ഈ പറയുന്ന തന്നെ മാതിരി രാജീവ് ശോഭിക്കാതെ പോകും, രാജീവ് തിരിച്ചു പോകേണ്ടി വരും. അതല്ല BJPയിൽ ഒരൊറ്റക്കെട്ടായിട്ടുള്ള ബോധം BJPയിൽ ഉണ്ടാവുകയും ഓരോരുത്തരും അവരുടെ മുരളീധരന് തുല്യനല്ല രാജീവാണ്, മുരളീധരനാണ്. സുരേന്ദ്രനാണെങ്കിൽ നല്ലൊരു ഡിബേറ്ററാണ്. ശോഭാ സുരേന്ദ്രൻ നല്ലൊരു ഡെമഗോഗാണ്, ഒരു മാസിനെ അങ്ങോട്ട് ഇളക്കി മാക്കിയ ശേഷിയുള്ളതാണ്. ഓരോരുത്തർ അവരുടെ സ്ഥാനം മനസ്സിലാക്കി അവരുടെ പ്രസ്ഥാനം ഇവിടെ ശക്തിപ്പെടുകയും സീറ്റുകൾ നേടി അധികാരത്തിൽ വരികയും ചെയ്യുകയാണ് അവരുടെ ലക്ഷ്യം എന്നുള്ള ബോധത്തോടു കൂടി അവർ പ്രവർത്തിച്ചാൽ BJP അടുത്ത നിയമസഭ ഇലക്ഷന് 5 തൊട്ട് 10 വരെ സീറ്റുകൾ കിട്ടാം. പക്ഷേ രാജീവിനോട് പാലം വലിച്ചാൽ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാനുമായിട്ട് ബന്ധമുള്ള കുറേ BJPൻ്റെ ബന്ധമുള്ള ജേർണലിസ്റ്റുകളൊക്കെ എന്നെ വിളിച്ചു പറയുന്നത് നീ രാജീവിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട, കാരണം എന്ന് വെച്ചാൽ സുരേന്ദ്രനെ കണ്ട് മോശമായിരിക്കും പെർഫോമൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം രാജീവിനെതിരെ എന്തോ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ ഒരു രാഷ്ട്രീയ ബോധത്തിൽ അവരുടെ ഉൾക്കാഴ്ചയിലൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ശബരി ബൈ ഇലക്ഷന് ജയിക്കുമെന്ന് ആദ്യാസനം പറഞ്ഞ ആൾ ഞാനാണ്. ശബരി ഇലക്ഷന് ജയിക്കുകയുണ്ടായി. അതുപോലെ ട്രംപ് ഫസ്റ്റ് ഇലക്ഷനിൽ അന്ന് ഞാൻ പക്ഷേ ചാനലിന് മുന്നിൽ ഞാൻ വേറെ തിരക്കായതുകൊണ്ട് പക്ഷേ എന്നെ അറിയുന്നവരോട് പോകുന്നു ട്രംപ് ജയിക്കുകയുണ്ടായി. അങ്ങനെ പല കാര്യങ്ങളും എനിക്കങ്ങനെ പറയാൻ പറ്റും. ഷാഫിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഷാഫിയല്ല, നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനാണ് സാധ്യത എന്ന് പറഞ്ഞത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പിന്നെ അതേസമയം ചില പാളി പോയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത്. അതെന്ന് വെച്ചാൽ ഈ രീതിയിലൊരു കൺസോൾട്ടേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതർവൈസ് LDFന് നിയമസഭാ ഇലക്ഷൻ്റെ ഒരു സീറ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ തൂത്ത് വരേണ്ടതാണ്. ഒരു 5 സീറ്റോളെ LDF UDFന് കിട്ടുള്ളൂ. സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു, രാജീവ് ജയിക്കുമെന്ന് പറഞ്ഞായിരുന്നു. രാജീവ് ജയിക്കുമെന്ന് പറഞ്ഞിട്ട് രാജീവ് RSS വലിപ്പിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ രാജീവ് അവിടെ ജയിക്കുമായിരുന്നു. പിന്നെ മോഡിയുടെ കാര്യത്തിൽ RSS വലിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ പിന്നെ ആളുകൾ പറയുന്ന സംഭവമാണ്. ഞാൻ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം 300 സീറ്റ് കിട്ടും എന്ന് വിചാരിച്ചതാണ്. അത് RSS പിന്നെ നൂല് കെട്ടി ഇറക്കിയ സ്ഥാനാർത്ഥികളെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി പ്ലാൻ ചെയ്ത് മഹാരാഷ്ട്രയിലും UPയിലും BJP സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചു. അതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ എനിക്ക് ഇവരായിട്ട് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. ഉള്ളിൽ കയറി കാര്യങ്ങൾ അറിയാം, പുറത്തുനിന്ന് ഒബ്സർവ് ചെയ്യും. അപ്പം അങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പം പുതിയ കേരളത്തിലെ ജെൻസി മുസ്ലിം പിള്ളേർ വേണ്ട, ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ, ഹിന്ദു, ജെൻസി, സ്ത്രീകൾ, മിഡിൽ ക്ലാസ്, നിഷ്പക്ഷ വോട്ടർമാർ, കാര്യങ്ങൾ നിഷ്പക്ഷമായി കാണുന്ന ആളുകൾ, അവരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരാളാണ് രാജീവ്. പക്ഷേ ഈ പറയുന്ന പോലെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് BJPക്ക് ഉള്ളിൽ തന്നെ പണി കിട്ടിയ പോലെ ആരും പണിഞ്ഞാൽ രാജീവിൻ്റെ പെർഫോമൻസ് മോശമായ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഈ BJP പിന്നെ കേരളം ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ എത്ര കാലം എടുക്കും? ഇതൊന്നും ഞാൻ 10 വർഷമെങ്കിലും എടുക്കും മിനിമം. 10 തൊട്ട് 15 വർഷം വരെ എടുക്കും. 15 വർഷം കഴിഞ്ഞാൽ കേരളത്തിൽ 15 വർഷം BJP വരും. കാരണം ന്യൂ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ UDF LDFും ഇവരെ ജാതികളായി തിരിച്ചിട്ട് പരസ്പരം അടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ന്യൂ ജനറേഷൻ ഇപ്പോൾ ജാതി വലിയ പ്രശ്നമല്ല. അവരങ്ങോട്ട് 4 7 തലങ്ങും വിലങ്ങും കല്യാണം കഴിക്കുന്നുണ്ട്. അപ്പം മാത്രമല്ല ഇപ്പോൾ പിള്ളേർ കല്യാണം കഴിക്കാൻ താല്പര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അവർ നോക്കുന്നത് വെച്ചാൽ നമുക്ക് എന്താണ് ഗുണം. പുതിയ പിള്ളേരുടെ രീതി എന്താ പറയുക, അവർ നിങ്ങൾ പണ്ടത്തെ ലെക്ചർ ചെയ്തിട്ടൊന്നും കാര്യമില്ല, അവർക്കും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അവർ പങ്കെടുക്കും, അവർ വരുള്ളൂ. ഇപ്പോൾ DJക്ക് എന്താ വരുന്നത്, അവർ കൂടി ഡാൻസ് ചെയ്യുക, കുച്ചിപ്പുടി നടത്തി കഴിഞ്ഞാൽ അവർ പോയില്ല, ആ പണിയില്ലെന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർക്കും കൂടി പാർട്ടിസിപ്പേറ്ററി ആയിരിക്കണം. അപ്പോൾ ഇവർക്ക് എന്ത് ഗുണം കിട്ടുന്നു, അങ്ങനെയുള്ള ആശയം ആരാണ് മുന്നോട്ട് വെക്കുന്നത്? ആശയം മുന്നോട്ട് വെച്ചാൽ മാത്രം പോരാ, ഭരണം കിട്ടിയ സ്ഥലങ്ങൾ അത് കാണിക്കണം. അത് കാണിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. ഒരു ഫീല് പിള്ളേർക്കുണ്ട്. അത് മുസ്ലിം പിള്ളേർക്കുണ്ട്, ക്രിസ്ത്യൻ പിള്ളേർക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട്. അവർ സൈലന്റ് സ്പെക്ടേറ്ററാണ്. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെ ഭർത്താവ് സഖാവ് കൂടെ കയറില്ലല്ലോ, സഖാവാണെങ്കിൽ, അല്ലെങ്കിൽ BJP കാരൻ കൂടെ കയറില്ലല്ലോ. അവരവിടെ പോയി ചിലപ്പോൾ സുരേഷ് ഗോപി വോട്ട് ചെയ്യും, ചിലപ്പോൾ പിണറായി വോട്ട് ചെയ്യും. അപ്പോൾ സ്ത്രീകൾ ഇവരുടെ ഇടയിലൊക്കെ BJPക്ക് ഒരു ആക്സെപ്റ്റൻസ് വരുന്നുണ്ട്. പക്ഷേ മുസ്ലിംസിൻ്റെ ഇടയിൽ ഈ പറയുന്നതന്നെ അതിലിങ്ങനെ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരനൊക്കെ കടന്ന് കളിച്ചിട്ട് മോഡി ഓരോ ദിവസം മുസ്ലിമിനെ ചുട്ടുന്നുകൊണ്ടിരിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിക്കൊണ്ട് തെറ്റിദ്ധാരണയുണ്ട്. അത് മുസ്ലിം സമുദായത്തിന് തന്നെയാണ് ദോഷം ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കിട്ടുന്ന പ്ലേസ്മെൻറ്റുകളൊക്കെ കിട്ടാതെ പോകും. ഇനി കൊടുത്താൽ ഇവർ മേടിക്കില്ല.
ഇനി വേറെ തമാശയാണ് ഞാൻ കേട്ടത്, ഏറ്റവും കൂടുതൽ മുദ്രാ ലോണുകൾ പോകുന്ന മലപ്പുറത്താണ്, തൃശ്ശൂർ പോലും അല്ല ഏറ്റവും കൂടുതൽ മുദ്രാ ലോണുകൾ എടുക്കുന്നത്. അപ്പം പയ്യന്മാർ ഇതൊക്കെ എടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പിടിവിടുമ്പോൾ അവരുടെ ഇടയിൽ നിന്നും ഈ ട്രൂലി രാഷ്ട്രീയം മതം നോക്കാതെ രാഷ്ട്രീയത്തെ കാണുന്ന ഒരു വിഭാഗം ഉണ്ടായി വരും എന്ന് ഞാൻ കരുതുന്നത്. ജമാഅത്ത് ഇസ്ലാമിയെ RSS ചർച്ച ചെയ്തല്ലോ, പക്ഷെ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ ഇത് വിഷം വമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെ മറികടന്ന് ചിന്തിക്കാൻ ശേഷിയുള്ള ഒരു മുസ്ലിം, ഈ പറഞ്ഞ പൊപ്പകാണ്ടയെ മറികടക്കാൻ ശേഷിയുള്ള ഒരു മുസ്ലിം ജനവിഭാഗം ഉണ്ടായി വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അത് പക്ഷേ കുറച്ച് ടൈം എടുക്കും, 10-15 വർഷം എടുക്കും. BJPയുടെ ഒരു മുഖ്യ ശത്രു ആരാണെന്നാണ് കരുതുന്നത് കേരളത്തിലോ? CPM ഓ കോൺഗ്രസ്. കോൺഗ്രസ് ഇൻ ദ സെൻസ് ഒരു ഐഡിയോളജി എന്ന രീതിയിൽ കോൺഗ്രസും പ്രവർത്തന രംഗത്ത് CPM ആണ്. BJPയും CPM ഒരു അലയൻസ് ഉണ്ടെന്ന് കേൾക്കുന്നത് ശരിയുണ്ടോ? അന്നൊന്നും എനിക്ക് തോന്നിയില്ല. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ലീഡർ പലപ്പോഴും BJPക്കാരുടെ വോട്ട് മേടിച്ചില്ല. അന്ന് ലീഡറിന് ആവശ്യമായിരുന്നു. എന്നിട്ട് അത് 2 സീറ്റ് ഏൽപ്പിച്ചിരുന്നത് ലീഡർ പറ്റി. അപ്പോൾ സ്വാഭാവികമായും CPM സംബന്ധിച്ച് തുടർഭരണം നിലനിർത്തണമെന്നുണ്ട്, BJPയെ സംബന്ധിച്ച് കേരളത്തിലൊരു ഫുട് ഹോൾഡ് ഉണ്ടാക്കണമെന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു അലയൻസ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു സീറ്റിലെങ്കിലും BJP ജയിക്കണ്ടേ? ഉള്ള സീറ്റും കൂടി BJP പോയതല്ലേ ഉള്ളത്. അപ്പോൾ ഇൻകേസ് ഇനിയിപ്പം ഇവർ 2 കൂട്ടരും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാന്ന് ഞാൻ പറയില്ല. കാരണം ഒരാൾക്ക് ഭരണം നിലനിർത്തണം, ആ ഭരണം കേരളത്തിന് പൊതുവെ ഗുണകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് അവർക്ക് ഇവിടെ ഫുട് ഹോൾഡ് കിട്ടണം. ഏതാണ്ട് 20% വോട്ട് കേരളത്തിലുള്ള ഒരു പാർട്ടിയാണ്. അവർക്കും ഒരു നല്ലൊരു കെട്ടുറപ്പുള്ള ലീഡർഷിപ്പും ഡെവലപ്മെന്റ് ഓറിയന്റഡും ആണ് അവർ. അതുകൊണ്ട് ഒരു 5 സീറ്റ് നേടി, ഒരു പക്ഷേ അവന് വന്നു കഴിഞ്ഞാൽ അവർക്ക് 5 സീറ്റ് നേടി കഴിയുമ്പോൾ ഈ ശോഭാ സുരേന്ദ്രനൊക്കെ സഭയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതുവരെ ആരും ഉന്നയിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവരെ ഉന്നയിച്ചെന്ന് വരും. അതുകൊണ്ട് അവർക്ക് 5 സീറ്റ് കിട്ടിയ കേരളത്തിലെ മുസ്ലിങ്ങൾ മൊത്തം പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. കേരളത്തിലെ മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് ഓടിക്കെങ്കിൽ അത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും, ഇസ്ലാമിസ്റ്റുകൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആയിരിക്കില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ടീം വന്നപ്പോൾ ഇനി അവർക്കൊരു മാറ്റം വന്നു ഇത്രയും നാളുകൊണ്ട്? കുറച്ച് കാലമേ ആയിട്ടുള്ളൂ, വിലയിരുത്താനായിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിൽ കൂടിയും എന്താണ് BJPക്കുള്ളിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്? BJPനുള്ള ഒരു ന്യൂസും പുറത്തു വരുന്നില്ല. ഇൻഹൗസ് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒന്നും പുറത്തു വരുന്നില്ല. അങ്ങനെയുള്ള ഈ ലൂപ്പ് എന്താ പറയുക, 5-ാം പത്തികളെ മൊത്തം അവിടെ നിന്ന് കയറ്റി വിട്ടിട്ടുണ്ട്. അതാണ് ഒന്നാമത്തത്. പിന്നെ വളരെ ഇന്നോവേറ്റീവായിട്ട് രാജീവ് ചില പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. യുവമോർച്ചയ്ക്കും AVPക്ക് പുതിയ ലീഡർഷിപ്പ് വന്നിട്ടുണ്ട്. ഇവരെ കൊണ്ട് ഇതുവരെ കേരളത്തിൽ കാണാത്ത ഇന്നോവേറ്റീവായിട്ടുള്ളൊരു ചില പ്രോഗ്രാംസ് കൊണ്ടുവന്ന് യൂത്തിനെയും അതുപോലെ തന്നെ പിന്നെ സ്റ്റുഡൻസിനെയും ആകർഷിക്കുക എന്നുള്ള നിലപാടാണ് രാജീവിനുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത് രാജീവിന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കേരളത്തിൽ വലിയൊരു വാട്ടർഷെഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അത് ഫോളോ ചെയ്യേണ്ടി വരും. അത് പൊതുവേ കേരളത്തിന് ഗുണകരമാണ്. ഇപ്പം DYFI ഒക്കെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, SFIക്കാരൊക്കെ ചെയ്യുന്നത്, പൊതിച്ചോറ് കൊണ്ട് കൊടുക്കുക, വീടുണ്ടാക്കി കൊടുക്കുക. ഇതിൻ്റെയൊക്കെ കൂടിയ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ഒരു വേർഷനാണ് രാജീവിൻ്റെ മനസ്സിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാജീവ് അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ സെർട്ടൈൻലി കേരളത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. പിന്നെ രാജീവ് മുസ്ലിംസിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇതൊക്കെയാണ് മുസ്ലിംസ് മോന്തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു റീച്ച് ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ. അപ്പം അന്ന് രാജീവ് നമ്മളെ അനൂപിനെ വിട്ടിട്ടില്ലായിരുന്നെങ്കിൽ ആ കന്യാസ്ത്രീകൾ ഇപ്പോഴും ജയിലിൽ കിടക്കുകയായിരുന്നു. അത് ക്രിസ്ത്യാനിക്ക് അറിയാം. പിന്നെ കന്യാസ്ത്രീകൾ വെറുതെ അങ്ങ് പോയി അറസ്റ്റ് ചെയ്തൊന്നും ആയിരിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ വളരെ കൃത്യമായിട്ട് ഈ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിൽ ഈ കന്യാസ്ത്രീകൾ ബാധകമെന്ന് എനിക്കറിയില്ല. മറ്റുള്ളവർ ചെയ്തതിന് ഒരു പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇവരെയും കൂടി സ്വാധീനിച്ചിട്ടുണ്ടാകും. അവിടെ അന്ന് എന്തെങ്കിലും ചെയ്യാൻ ശേഷിയുള്ളത് BJPക്കാണ്. അനൂപ് ആന്റണിയാണ് അവിടെ പോയി പെർഫോം ചെയ്തത്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ക്രിസ്ത്യാനിയൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് എനിക്കൊന്നു രാജീവിൻ്റെ ഈ അദ്ദേഹം ഈ സ്ഥാനത്ത് വന്നതിന് ശേഷമുള്ള ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സംഭവം അത് അവിടെയാണ്. പിന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് RSSകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അത് അദ്ദേഹം ഓപ്പണായി പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പഠിക്കട്ടെ, പിണറായി രീതിയിലല്ല, പഠിക്കട്ടെ, ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ ഒരു സ്ട്രാറ്റജി പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് പറ്റാതെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കാണിക്കണം. അത് രാജീവ് ഇപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. രാജീവ് സത്യസന്ധനായതാണ്. നമ്മൾ ആ സത്യസന്ധതയ്ക്ക് ഒരു കൈയ്യടി കൊടുക്കാം. രാജീവ് അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അവരത് ചെയ്തിട്ടില്ല എന്നാണ് രാജീവ് വിചാരിച്ചിരുന്നത്. പക്ഷേ RSS കൂടി ഇപ്പോൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ മതപരിവർത്തനം കൺസേൺ ആയതുകൊണ്ടും BJPയുടെ നേതാവ് പറയേണ്ടത് ആ വിഷയം ശ്രദ്ധിച്ചില്ല. പക്ഷേ നമ്മുടെ കന്യാസ്ത്രീകൾ അവിടെ ജയിലിലായിട്ടുണ്ട്. അതിൻ്റെ വിശദവിവരങ്ങൾ അന്വേഷിക്കണം. അവർ മതപരിവർത്തനം ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് അവരെ പുറത്തു കൊണ്ടുവരും. അങ്ങനെയാണ് നടത്തേണ്ടിയിരുന്നു. ഈ മുസ്ലിം ഏകീകരണമാണ് VD സതീശനെ പോലെയുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ രമേശ് ചെന്നിത്തലയെ പോലെ ഒരു വിഭാഗം അതിനെ അത്രയ്ക്ക് അങ്ങ് പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് തോന്നുന്നില്ല. അത് അങ്ങനെ ഒരു മാറ്റം രമേശിന്റെ ഒരു പേഴ്സൺ എന്ന് വെച്ചാൽ രമേശ് ഒരു മുസ്ലിം വിരുദ്ധനാന്നുള്ളൊരു പ്രചാരണം രമേശിനെതിരെ നടന്നിട്ടുണ്ട്. അത് മുസ്ലിംസ് ആയിട്ടുള്ള കോൺഗ്രസ് തന്നെയാണ് അതിന്റെ പിന്നിൽ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ മുസ്ലിംസിനെ കൂടുതലൊന്നും വൂ ചെയ്യാൻ വേണ്ടി അത് മലപ്പുറത്തൊക്കെ ഒരുപാട് കാലം കറങ്ങി നടന്നിരുന്നു. മുസ്ലിംസിന് പണ്ടത്തെ വിരോധപ്പെട്ടില്ലെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിനോട്. പക്ഷേ ഹിന്ദുസിന് അദ്ദേഹത്തിന് എത്രത്തോളം വിശ്വാസം ഉണ്ടെന്നുള്ള കാര്യം.
ഈ പറഞ്ഞതുപോലെ അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് ഈ കൂട്ടുപിടിക്കൽ മലബാർ ഏരിയയിൽ ചിലപ്പോൾ റിഫ്ലക്ട് ചെയ്യുമെന്ന് വിചാരിക്കും, പക്ഷെ ഈ സൗത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് എത്രത്തോളം അല്ല അങ്ങനെയൊന്നും നമുക്ക് ഒരു കാണാൻ പറ്റില്ല. പണ്ടത്തെ വെച്ചാൽ മുസ്ലിങ്ങൾ പൊതുവെ കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗായിരുന്നു. ഈ പിണറായി വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ വലിയ തോതിൽ മലപ്പുറത്ത് പോലും മുസ്ലിം യുവാക്കൾ CPM-ലേക്ക് പോകുന്നുണ്ട്, വലിയ തോതിൽ പോകുന്നുണ്ട്. അപ്പോൾ അവരൊന്നും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ജമാഅത്ത് ഇസ്ലാമി വിചാരിക്കുന്ന UDF ഇല്ലെങ്കിൽ ഇനി അടുത്ത് BJP വരുമെന്നുള്ളതുകൊണ്ട് അങ്ങനെയൊന്നും എല്ലാവരും ചിന്തിക്കുന്നൊന്നുമില്ല. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. ആളുകൾ നോക്കുക അങ്ങനെ പിണറായി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, റിയാസ് പെർഫോം ചെയ്യുന്നുണ്ട്. ശിവൻകുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞൊരു വിട്ടൊരു പേര് ശിവൻകുട്ടിയാണ് കേട്ടോ. ശിവൻകുട്ടി ഞാൻ സുരേഷ് ഗോപിൻ്റെ ഈ ഡയലോഗ് കേട്ട് കൈയടിച്ച പറയാമെന്നുള്ള ഏതൊരു വിഷയത്തിൽ കൈയടിച്ചു വെച്ചിട്ടുണ്ട്. ഏതായിരുന്നു മൂപ്പര് ഈ പറയുന്ന മത നേതാക്കന്മാർ ഈ സ്കൂൾ സമയം മാറ്റുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് അതാണ് കമ്മ്യൂണിസ്റ്റ് നിലപാട്. നമ്മൾ രജനി പറയില്ല കബാലിഡാ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് ഡാ എന്ന് പറയാൻ തോന്നിയ ഡയലോഗാണ്. അപ്പം ഇവരൊക്കെ നോക്കുമ്പോഴൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലെ ഈ ഉറപ്പില്ലാത്ത UDF വോട്ട് ചെയ്യുന്നത് അത്ര എളുപ്പമൊന്നുമല്ലത്. ജമാഅത്ത് ഇസ്ലാമി വിചാരിച്ചു കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ ധാരകളെ ചിലപ്പോൾ അവർക്ക് മുസ്ലിങ്ങളുടെ സ്വാധീനിക്കാൻ പറ്റി, ചിലപ്പോൾ അല്ല സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ രണ്ട് സെക്യുലർ പാർട്ടികൾ വരുമ്പോൾ ഏതെങ്കിലും ഒന്നിന് വോട്ട് ചെയ്യണം അവർ പറഞ്ഞാൽ ആളുകൾ കേൾക്കുന്നില്ല. BJPക്ക് എതിരെയുള്ള അഭിപ്രായം രൂപീകരിക്കാൻ അവർക്ക് പറ്റും. നമ്മൾ ഈ കഴിഞ്ഞൊരു 6 മാസത്തെ രാഷ്ട്രീയ സാഹചര്യം എടുത്താലേ നമ്മൾ മുൻകാലങ്ങളിലൊക്കെ കണ്ടതിൽ നിന്ന് വിഭിന്നമായ കുറേ കാര്യങ്ങൾ നടന്ന ഒരു 6 മാസമാണ്. വെറുതെ ഒരു 6 മാസം ഒരു പീരീഡ് വെച്ച് കഴിഞ്ഞാൽ NSSും SNDP തമ്മിലുള്ള പ്രശ്നങ്ങൾ വരുന്നു, അയ്യപ്പ സംഗമം വരുന്നു, CPM, അങ്ങനെ CPM-ന്റെ നിലപാട് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. അപ്പോൾ ഈ NSSന്റെ SNDPയുടെയും ഈ നിലപാട് ശരിക്കും CPM-ന് ഗുണമാണോ ചെയ്യുക? എങ്ങനെയായിരിക്കും അടുത്ത ഇലക്ഷനിൽ അത് റിഫ്ലക്ട് ചെയ്യുക? CPM-ന് അത് ഗുണം ചെയ്യുമെന്ന് തന്നെ ഞാൻ കരുതുന്നത്. കാരണം എന്ന് വെച്ചാൽ LDF പുറത്ത് പോകുമെന്ന് ചിന്തിക്കാൻ മറ്റ് കാരണങ്ങളിപ്പോൾ ഇല്ല. ഇലക്ഷൻ ഇനി ഒരുപാട് സമയമൊക്കെ ഉണ്ട്, എങ്കിൽ പോലും മറ്റ് കാരണങ്ങളിപ്പോൾ ഇല്ല. NSSനെ സംബന്ധിച്ചിടത്തോളം NSSന് SNDPക്ക് നല്ല ബന്ധമാണ് പിണറായി എല്ലാ കാലത്തും, അതിൻ്റെതായ ഗുണങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. NSSനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഗുണത്തിന് വേണ്ടി നിലപാട് വരുന്നതല്ല. NSSും പിണറായി ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നാമത്തതും മന്ദം ജയന്തി ബാങ്കിങ് സെക്ടറിനും കൂടി ബാധകമാക്കണമെന്നുള്ള NSSൻ്റെ ഒരു ആവശ്യമായിരുന്നു. അത് പിണറായി വളരെ മാന്യമായ മറുപടിയും കൊടുത്തു. അതായത് പിന്നെ ഇപ്പം തന്നെ ഈ അങ്ങനെ ഇത്ര അവധികൾ കൊടുക്കുന്ന കണക്കുണ്ട്, 12 കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി 14 കൊടുത്തു കഴിഞ്ഞു. ഇനി തൽക്കാലം നിർവാഹമില്ലാന്ന് തോന്നുന്നു അദ്ദേഹത്തെ. അത് NSS മനസ്സിലായി, സ്വാഭാവികമായിട്ടും അതൊരു നിസ്സഹായാവസ്ഥയിലുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അത് കഴിഞ്ഞ് ശബരിമലയിൽ ഈ പെണ്ണുങ്ങളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് NSS എതിരായി പോകേണ്ടത്. പിന്നെ നിലപാട് NSS മാറിയിട്ടില്ല. പിന്നെ മാറിയത് ഈ ഗവൺമെൻറ് മാറി കണ്ടിന്യൂ ചെയ്തു. മന്ത്രിസഭയിൽ ആദ്യമായിട്ടാണ് 10 നായന്മാർ എഴുതുന്നത്. പക്ഷേ NSS മൈൻഡ് ചെയ്തില്ല, പിണറായി ആയിട്ട് ഒരു നീക്കുപോക്കിനും പോയില്ല. പിന്നെ അത് മാത്രമല്ല NSSന് തന്നെ ഒരു സാറിന് ഒരു പിണറായി ആയിട്ട് നല്ല ബന്ധമായിരുന്നു. 2016 ഞാൻ പറഞ്ഞല്ലോ, LDFനെ ഇവിടെ റിക്വസ്റ്റ് കൊണ്ട് തന്നെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സാറിന് നല്ല ബന്ധമായിരുന്നു, ഇവരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ NSS LDF കമ്മ്യൂണിസ്റ്റുകാരെ ചേർന്ന് നിൽക്കുന്ന ആദ്യമൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ 57 ഗവൺമെൻറ് വന്നപ്പോൾ CPI, അന്ന് CPI അല്ലല്ലോ, CPM ഇല്ലല്ലോ, അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരുന്നു NSSൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു അന്ന് രാഷ്ട്രീയ സാഹചര്യം. പിന്നെ മന്ദം പിന്നെ സമാധിയിൽ പോലീസ് ബൂട്ടിട്ട് കയറിയിട്ട് ബന്ധപ്പെട്ട് ആന്റണി മുഖ്യമന്ത്രി സമയത്ത് LDFനെയാണ് സഹായിച്ചത്. അങ്ങനെയൊക്കെയുള്ള NSSന് കൃത്യമായ നിലപാടുകളുണ്ട് ആ കാര്യത്തിൽ. പിണറായിനെ 2014 സഹായിച്ചിട്ടുണ്ട്. പിന്നെ ആ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട ഈ റിഫ്റ്റ് വന്നത്. അപ്പോൾ തുടർച്ചയായി LDF അധികാരത്തിൽ വന്നിട്ടും 10 മന്ത്രിമാർ നായന്മാരായിട്ടും ആ നായന്മാരെ നോക്കി നല്ല അവർ കൊടുത്തത് എങ്കിൽ പോലും NSS ഗൗനിച്ചില്ല. സാവ് അടക്കം ഹോസ്പിറ്റലായ സമയത്ത് പിണറായി ഇടിച്ചു കയറി കണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറിനെ സംബന്ധിച്ചിടത്തോളം പിണറായി അങ്ങനെ ഇടിച്ചു കയറുന്ന ഒരാളുമല്ല. അപ്പോൾ അതോടുകൂടി സാറിൻ്റെ മനസ്സിലുള്ള ആ ഒരു വിഷമം മാറിയിട്ടുണ്ടാവും. ഒന്നതാണ്. രണ്ടാമത്തെ കാര്യം, ശബരിമല വിഷയത്തിൽ ഇപ്പം ഗവൺമെൻറ് നിലപാട് മാറ്റി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ മസിൽ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പല രാഷ്ട്രീയമായ ചർച്ചകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ വിഷയങ്ങൾ നിരന്തരം ഇങ്ങനെ പറയുന്നു. താങ്കൾ ആദ്യം മുതൽ ഇപ്പം JNU എന്ന് വരുന്നൊരു രാഷ്ട്രീയ പശ്ചാത്തലം, അത് കഴിഞ്ഞ് വേറെ പല രീതിയിലും ആദ്യകാലങ്ങളിൽ നമുക്ക് തോന്നിയ ഒരു ഇടത് സഹയാത്രികനാണെന്ന് തോന്നുന്നു, തീവ്രവാദി എന്നുള്ള വാക്യം ഉപയോഗിക്കില്ല, ആ തരത്തിൽ മാറിയൊരു കിട്ടുന്നത്. ഇപ്പം വന്ന് പലയിടത്തും താങ്കളെ എന്താ പറയുക, പലരും ചർച്ചയിൽ തന്നെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വന്ന് എവിടെയാ നിൽക്കുന്നതെന്ന് പോലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇനി നിങ്ങൾ RSSകാരനാണോ അതോ നിങ്ങൾ കോൺഗ്രസ്സുകാരനൊക്കെ വേണ്ടിയിട്ടാണോ വാദിക്കുന്നത്, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിലപാടെടുക്കുന്നത്? ഇതൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. എവിടെയാണ് രാഷ്ട്രീയ നിലപാട് നിൽക്കുന്നത്? ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? എന്താണ് താങ്കളുടെ ഒരു രാഷ്ട്രീയം? അല്ല, അത് അറിയണമെങ്കിൽ ഞാൻ ആരാന്ന് അറിയണം. എൻ്റെ ഉമ്മയുടെ വാപ്പ ഫ്രീഡം ഫൈറ്ററായിരുന്നു. ഞാൻ പറഞ്ഞു
എൻ്റെ വാപ്പ നാട്ടിലെ കോൺഗ്രസ് നേതാവാണ്. കോൺഗ്രസ് നേതാവെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ എൻ്റെ വാപ്പയാണ്. കാരണം അവരൊക്കെ CPM-ൻ്റെ ഒരു കോട്ടയായിരുന്നു ഞങ്ങളുടെ ഗ്രാമം. അവിടെ EMS മദ്യനിരോധനം പിൻവലിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വാപ്പയും ഏതാണ് 100 പേരും അന്ന് CPM വിട്ടു. അന്ന് CPM ആകുമ്പോൾ അവരെ വീട് വിലക്കി, അവരെ തെങ്ങ് കയറാൻ ആളില്ലാതെ അങ്ങനെ വാപ്പ തെങ്ങിന് മുകളിൽ കയറ്റം പഠിച്ചു. ഇന്ന് നമ്മൾ തീയമാനാണ് തെങ്ങിന് മുകളിൽ കയറുക. അപ്പോൾ അവരെ കിട്ടുന്നില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്ത് വന്ന് വാപ്പയ്ക്ക് ഞാൻ 4-5 വധശ്രമം ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പം വാപ്പാനെ CPM തീരുമാനിച്ചിരുന്നത് ഞാൻ കേട്ടത് ജീവനോടെ പിടിച്ചു കൊണ്ടുപോയിട്ട് തൊലി അതൊക്കെ മലബാറിൽ നിങ്ങൾക്ക് അറിയാലോ, പുതിയ കാര്യമൊന്നുമല്ല, തൊലി മാറ്റണമെന്നൊക്കെ ആയിരുന്നു. അപ്പം വാപ്പ പിന്നെ അവിടുന്ന് ഒളിവിൽ പോയി. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് ആയിരുന്നല്ലോ വന്നത്, ജനതാ ഗവൺമെൻറ് വന്ന സമയത്ത്. അപ്പോൾ ഒളിവിൽ പോയി. ആ സമയത്താണ് വാപ്പ എൻ്റെ അമ്മാനെ കല്യാണം കഴിക്കുന്നത്. ഞാൻ കുട്ടിക്കാലത്ത് ഒരു കോൺഗ്രസ് അനുഭവം. ഈ രാജീവ് ഗാന്ധിയൊക്കെ എനിക്ക് ഭയങ്കര ഐക്കണായിരുന്നു. ഇപ്പോഴും രാജീവ് ഗാന്ധിയുടെ ഐക്കണാണ്. CPM-യുടെ മലബാറിലെ സ്വഭാവം അറിയാലോ. അവരുടെ കൂട്ടത്തിലുള്ള ആളുകളെ മാത്രമാണ് മനുഷ്യന്മാരെ കാണുന്നത്. ബാക്കിയുള്ള എല്ലാവരും അവർ ശത്രുക്കളാണ് എന്തെങ്കിലും. പക്ഷേ എൻ്റെ നമ്മളൊക്കെ കാലഘട്ടമാകുമ്പോൾ കോൺഗ്രസ് ഭയങ്കര ഗ്രൂപ്പായി. ഞങ്ങളൊക്കെ ഗ്രൂപ്പായിരുന്നു. ലീഡറിനെ ഒരു കാര്യമില്ലാതെ പുറത്താക്കി. ഇലക്ഷൻ തന്നെ അന്ന് നിയമസഭ ലോക്സഭ ഇലക്ഷനൊക്കെ ഒരുമിച്ച് വരികയായിരുന്നു. അപ്പം ലോക്സഭ ഇലക്ഷന് മുരളീധരനായിരിക്കും മനസ്സിലായി. നിയമസഭയിൽ ഇവരാരെങ്കിലും ആയിരിക്കും ഗ്രൂപ്പിന്. അപ്പോൾ അവിടെയുള്ള ഗ്രൂപ്പിൻ്റെ നേതാവ് ഞങ്ങളോടൊന്ന് പോയി, മറ്റേത് നിങ്ങൾ LDF-ന് ചെയ്തോളൂ, ഇത് UDF-ന് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഭ്രാന്തെടുക്കുക. നമ്മളെ കുടുംബമൊക്കെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്വത്തൊക്കെ വിറ്റാണ് എൻ്റെ വാപ്പയും വല്യാപ്പയൊക്കെ രാഷ്ട്രീയം കളിച്ചത് നാടിന് വേണ്ടിയിട്ട്, കോൺഗ്രസിന് വേണ്ടിയിട്ട്. അപ്പാണ് ഇത് അന്ന് വൃത്തിയോട് പറഞ്ഞത്. അന്നോട്ട് എനിക്കൊരു വെറുപ്പ് തോന്നി. വാപ്പ എന്നോട് പറഞ്ഞു ഒരു ഘട്ടത്തിൽ, ഇപ്പം എടാ നമ്മൾ പണ്ട് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പം ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പം ഇനി അതുകൊണ്ടാണ് എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്നേഹം തുടങ്ങി. ഇവന്മാർ താഴത്തോട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ വൃത്തിയിട്ടവന്മാരാണെങ്കിലും നായനാരുണ്ട്, EMS ഉണ്ട്, അതുപോലെ പിണറായി നമുക്ക് MA ബേബി എനിക്ക് അന്നത്തെ ഐക്കണായിരുന്നു, യൂത്ത് നേതാവ് എന്ന രീതി. എനിക്കിപ്പോഴും എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആവുക, സ്ത്രീകളെയും കുട്ടികളെ ഉപദ്രവിക്കുന്നവരെ വെടിവെച്ചില്ല എന്നൊക്കെ വല്ലത് അന്ന് ഞാൻ എൻ്റെ ടീച്ചറിനോട് പറയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ജനിയുമ്പോൾ. പക്ഷേ എനിക്ക് സിവിൽ സർവീസ് കിട്ടിയില്ല, പക്ഷേ ആ ഒരു സാധനം മനസ്സിലുണ്ട്. അപ്പം അങ്ങനെ അന്നാണ് ഞാൻ SFI ആവുന്നത്. അപ്പോൾ അവിടേക്ക് റിപ്പോർട്ടില്ല. അപ്പോൾ ഞാൻ CK ചെന്നപ്പോൾ ഞാനൊരു നല്ല ബന്ധമാണ്. IV ശശാങ്കൻ, IV ശശിയുടെ അനിയനോ ചേട്ടനോ കേട്ടോ, അദ്ദേഹം കോഴിക്കോട് CPI-യുടെ നേതാവായിരുന്നു. അപ്പോൾ ചേട്ടൻ എന്നെ കൊണ്ട് അന്നേ ജനയുഗം വന്ന് വല്ലപ്പോഴും ഒക്കെ മാഗസിനായിട്ട് വരുന്നു, അതിൽ എഴുതിപ്പിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ നിനക്ക് പറ്റുമെന്ന്. അപ്പോൾ ഞാൻ ആ സമയത്ത് JNU കഴിഞ്ഞ് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്ത് എനിക്ക് വീട്ടിൽ താമസിക്കാൻ സ്ഥലമില്ല. അപ്പോൾ എന്നോട് CK ചന്ദ്രനെ വീട്ടിൽ താമസിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഏറ്റെടുത്തു. K ഇസ്മായിൽ ഖാൻ വിളിച്ചു പോകും. അങ്ങനെ എനിക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള കാശും കിട്ടും, റിപ്പോർട്ടിംഗ് ആയിട്ടാണ് നടക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ച് സിവിൽ സർവീസ് കിട്ടാത്ത സമയത്ത് കേരളത്തിൽ വന്നുള്ള റിസർച്ചും ഒരു അമ്മയും കൂടി എടുത്തു. പിന്നെ റിസർച്ചും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ CPI ആയിട്ട് എടുക്കുന്നത്. CK-യുടെ നിർബന്ധം കൊണ്ടാണ്. നിങ്ങൾ ഏതായാലും നീ ഇടതുപക്ഷക്കാരനാണ്, നീ SFI ആണ്, AB ആണ്, പിണറായി ആണ്, താല്പര്യം നമുക്കറിയാം. എങ്കിലും നമ്മുടെ പാർട്ടി കുറച്ചും കൂടി നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള പാർട്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. CK മരിച്ചു. CK മരിച്ചോട് കൂടിയിട്ട് പിന്നെ ഇയാൾ വന്നു, നമ്മളെ പന്ന്യൻ വന്നു. പന്ന്യൻ നല്ല മനുഷ്യനൊക്കെയാണ്, പക്ഷെ ആ വോട്ട് ആ സീറ്റ് വിറ്റുമായിട്ട് എന്താ പറയുക വിവാദമായി. പന്ന്യനിൽ പങ്കൊന്നുമില്ല, എങ്കിലും ഇപ്പോൾ അങ്ങനെ വിവാദം വന്നു. അത് തന്നെ ഡൗണായി. പിന്നെ കാനവും ഞാനും തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു. പക്ഷേ കാനം വന്നതിന് ശേഷം ചില നിലപാടുകൾ എനിക്ക് വിയോജിപ്പ് തോന്നി. അപ്പം എവിടെയൊക്കെ ചില കോംപ്രമൈസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. എന്നുവെച്ചാൽ അത് സാമ്പത്തികമായിട്ടൊന്നല്ല, ചില മുസ്ലിം സംഘടനകളായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത സംഭവം സെക്കുലറിസമാണ്. അപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമില്ലാതില്ല. അത് എൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം കാനോ രാഷ്ട്രീയ നേതാവ് അവരെ കാണാൻ, അവരെ സംസാരിക്കേണ്ടി വരും, അവരെ വോട്ട് ചിലപ്പം വേണ്ടി വരും. അങ്ങനെയാണ് ഞാൻ ഒരിക്കൽ അതിനെ മന്ത്രിസഭയിൽ മുല്ലക്കര എന്ന അങ്ങനെ മന്ത്രിസഭയിൽ എടുക്കാതെ പോയത് ഒരു ഗ്രൂപ്പീസാണെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ മാധവിൻ്റെ ഡിസ്കഷന് പോയിട്ട് പറഞ്ഞു. കാനം അന്ന് രാത്രി എന്നോട് ചോദിച്ചു, നീ എന്താ പറഞ്ഞു? അപ്പം നിങ്ങളെന്താ വന്നു വെച്ചു. അപ്പം അല്ല സഹായം നിങ്ങളത് ഒരു ഗ്രൂപ്പ് സംഭവമായിട്ട് എനിക്ക് തോന്നി, അനാവശ്യമായി ഇപ്പം തോന്നി, കാരണം ഫോണാൻ വെച്ചു. ഞാൻ പിന്നെ കാനത്തിനെ വിളിച്ചില്ല. ഞാൻ അങ്ങനെ കാനത്തിനത് പറയല്ല എന്ന് എനിക്ക് പിന്നെ തോന്നി. കാരണം വേറെ ജയശങ്കർ പറഞ്ഞ കാനത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കാനം എന്നെ വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ്, എന്നെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. പക്ഷേ എനിക്കൊരിക്കലും കാനത്തിനോട് സോറി പറയാൻ പറ്റില്ല. ഞാൻ കാനത്തിനോട് സോറി, കാരണം എന്നെ ഞങ്ങൾ പൊതു സുഹൃത്തുക്കളോട് ചോദിക്കും ഫക്രുദ്ദീൻ ഇപ്പോൾ എവിടെയാണ്. അപ്പോൾ അവർ ഫക്രുദ്ദീൻ ഇവിടെ ഉണ്ട്, ഇവിടെ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു. ഞാനും കാനത്തെ പറ്റി അന്വേഷിക്കും. അപ്പോൾ ഞങ്ങൾ ഈ പൊതു സുഹൃത്തുക്കൾ ദിവസം ഞാൻ വന്നു കാനത്തോട് ഒരിക്കലും സോറി പറയാം. പിന്നെ എടാ ഒരു ദിവസം ഞാൻ വിളിക്കാമെന്ന് തോന്നുന്നു. പക്ഷേ അതിൻ്റെ അദ്ദേഹത്തെ അസുഖം വന്നു. എനിക്ക് ഇപ്പോഴും പറയാതെ പോയൊരു സോറിയാണ്. അത് ഞാൻ പറഞ്ഞത് തെറ്റുകൊണ്ടല്ല, അത് ഗ്രൂപ്പുകളിയൊക്കെ തരാം. ഇപ്പോൾ ഇസ്മായിൽ ഖാനൊക്കെ വെട്ടി തരത്തെ പറയാമല്ലോ. പക്ഷേ അത് ഞാൻ പറയാൻ പാടില്ല എന്നുള്ളത് സത്യമാണ്. പറയാമെന്ന് പറഞ്ഞില്ല, അത് ആ പാർട്ടിയുടെ ഗ്രൂപ്പ് കളിയുടെ ഭാഗമാണ് എന്നേ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ തിരക്കുകളും കാര്യങ്ങളും രാഷ്ട്രീയമൊന്നും ഇല്ലാതെ ചർച്ചകളൊന്നും ഇല്ലാതെ കുറച്ചെല്ലാം മാറുന്നു. ആ സമയത്താണ് മോഡിയുടെ 5 വർഷമാവുന്നത്. അപ്പം ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഒരു ഡൽഹി കലാപം ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ വേറെ ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റേ സാധനം പൗരത്വ നിയമമൊക്കെ എന്ന് വെച്ചാൽ ആ നിയമത്തിലൊരു പ്രശ്നമില്ല. നിയമത്തിൽ ആകപ്പാടെ ചെറിയൊരു വേണമെങ്കിൽ ഒരു പ്രശ്നം പറയാം.
മുസ്ലിങ്ങളായവർക്ക് പൗരത്വം കൊടുക്കാൻ പറ്റില്ല, ബാക്കിയുള്ളവർക്ക് കൊടുക്കാന്നുള്ളൊരു സാധനമുണ്ട്. അത് പക്ഷേ പാകിസ്ഥാനിലൊക്കെ വരുന്ന ആളുകൾ മുസ്ലിംസ് ആയതുകൊണ്ടായിരിക്കാം. അതർവൈസ് ആ നിയമത്തിൻ്റെ പ്രശ്നമല്ല. പക്ഷേ NRCക്കാണ് പ്രശ്നം. NRC ആസാമിൽ നടപ്പിലാക്കിയ പോലെ ഇവിടെ നടപ്പിലാക്കിയ പ്രശ്നമാണ്. പക്ഷേ അങ്ങനെ നടപ്പിലാക്കുന്നത് BJP പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. പിന്നെ അമിത്ഷാ ഒരു പ്രസ്താവന നടത്തി, എല്ലായിടത്തും ഇന്ത്യയിൽ NRC നടപ്പിലാക്കുന്നു. പക്ഷേ അത് ആസാമിൽ നടപ്പിലാക്കിയതുപോലെ അമിത്ഷായും പറഞ്ഞിട്ടില്ല. അമിത്ഷാ പിന്നെ ഒന്നും കൂടുതൽ മിണ്ടിയില്ല. കാരണം എന്താ വെച്ചാൽ മൂപ്പർക്ക് അത് അവിടെ കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ ഗുണം ചെയ്യുമല്ലോ. പക്ഷേ BJP അത് പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ NRCൻ്റെ പുറത്തുണ്ടായ സമരങ്ങൾ മൊത്തം രാഷ്ട്രീയ പേരിത, അതിൽ വേറൊരു ഘടകവും ഇല്ല. ഈ രാജ്യത്ത് ഇവിടെ ആര് ഭരിച്ചാലും, ഇവിടെ പിണറായി ഭരിച്ചാലും ഒടിയേരി ഭരിച്ചാലോ അല്ലെങ്കിൽ നരേന്ദ്രമോദി ആണെങ്കിലോ ഈ രാജ്യത്തിന് ഗുണം ചെയ്യുന്ന ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഞാൻ നോക്കുമ്പോൾ ഓക്കെ, നരേന്ദ്രമോദിനെ ഞാൻ എതിർത്ത് എന്തുകൊണ്ടാണ്? ഗുജറാത്ത് കലാപം. അങ്ങനെയാണ് കയ്യിൽ രക്തം പുഴാത്ത എത്ര നേതാക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. കണക്കെടുത്തു എത്ര നേതാക്കന്മാരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് മോഡിക്ക് മാത്രമേ നിലപാടെടുക്കുന്നു? മാത്രമല്ല, ഞാൻ എപ്പോഴും ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്, നമ്മൾ പാകിസ്ഥാൻ നമ്മളെങ്ങനെ ചോദിച്ചു അതേ രീതിയിൽ തിരിച്ചടിക്കണം. മോഡി കൊടുത്തു ഹോട്ട് പെർസ്യൂട്ട്, അതുപോലെ തന്നെ എന്താണ് സർജിക്കൽ സ്ട്രൈക്ക്. അപ്പോൾ അത് ഞാൻ ഇമ്പ്രസ്ഡായി. പിന്നെ ഈ അറബ് രാജ്യങ്ങൾ മോഡി അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തെല്ലായിടത്തും ഇപ്പോഴാണ് ട്രംപ് ഏറ്റവും തെറ്റുന്നത്. നമ്മുടെ നെഹ്റുവിന് ശേഷത്തിന് മാത്രമേ നമുക്ക് വിസിബിലിറ്റി കിട്ടിയത്. പിന്നെ ജൻധൻ യോജന, മേക്ക് ഇൻ ഇന്ത്യ. ഞാൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ പരാജയമായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിലെ കൃഷിക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതിൻ്റെ ഒരു ഗുണമാണ് എന്ത്? ഗ്രീൻ റവല്യൂഷൻ. രണ്ടാമത്തെ നമ്മൾ വ്യവസായത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. മൂന്നാമത്തെ നമ്മൾ ഒടുക്കത്തെ 2 യുദ്ധം വന്നു, ചൈനയും പാകിസ്ഥാനുമായിട്ട്. അതുകൊണ്ട് നമുക്ക് സെൽഫ് റിലയൻസ് എന്നുള്ള മൂന്നാമത്തെ ഘട്ടത്തിൽ കടക്കാൻ പറ്റിയില്ല. മോഡി മേക്ക് ഇൻ ഇന്ത്യ വഴി അതാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. മോഡി എന്താണ് ഈ സാധനം ഗൂഗിൾ പേ ഒക്കെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ അതിനൊരു തട്ടിപ്പായിട്ടാണ് കണ്ടത്. പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ ഗുണം സാധാരണക്കാർ അനുഭവിക്കുന്നത് ഞാൻ കണ്ടു. അക്കൗണ്ടബിളായി, റിയൽ എസ്റ്റേറ്റ് വില കുറഞ്ഞു. ഉത്തരേന്ത്യയിൽ എനിക്കറിയാം പാവപ്പെട്ട സ്ത്രീകൾ എത്രമാത്രം, ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ കുറച്ച് കാലം, യൂറിനറി ഇൻഫെക്ഷൻ അവിടെ വലിയൊരു പ്രശ്നം. ഇത്രയും കാലം ആരും അത് അഡ്രസ്സ് ചെയ്തില്ല. അതായത് അവിടെ ഒന്നും സ്ത്രീകൾ പകൽ പുറത്ത് പോയി മൂത്രം വയ്ക്കില്ല, ടോയ്ലറ്റ് ഇല്ല. അപ്പോൾ ഈ മൂത്രം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വലിയൊരു പ്രശ്നം. അവിടെയാണ് മോഡി സ്വച്ഛ് ഭാരത് തുടങ്ങിയത്. നമ്മളാളുകൾ കളിയാക്കി. അതിന് ഇമ്പാക്റ്റ് അറിയണമെങ്കിൽ നിങ്ങൾ മമ്മൂട്ടി പറയുമ്പോൾ ഉത്തരേന്ത്യ പോകണം. ജഡ്ക വലിച്ച് ചോര തുപ്പുന്നവൻ ഇന്ത്യ ഉണ്ടല്ലോ. സ്വന്തം മക്കൾക്ക് ഒരു നേരം വയറ് നിറച്ച് ഉണ്ടാകാൻ വേണ്ടി സ്വന്തം ഗർഭപാത്രം വരെ വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ അത് കാണണം. കേരളത്തിലെ ഈ ഷുഗർ ശീതളമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ കണ്ടപ്പം മാത്രമല്ല RSS അതിനിടയ്ക്ക് മറ്റേ ഇതൊക്കെ മാറ്റി ഓപ്പണായി തന്നെ പറഞ്ഞു. മുസ്ലിംസിൻ്റെ അടുത്തിലുള്ള അവരുടെ നിലപാടൊക്കെ മാറ്റി അവർ മുസ്ലിംസിന് വേണ്ടിയിട്ട് വേറെ പ്രത്യേക സംഘടനയൊക്കെ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ പിന്നെ എന്തിനാണ് നമ്മൾ ഈ കലാപത്തിൻ്റെ വെറുപ്പും കൊണ്ട് നടക്കുന്നത്? സോഫ മോഡി ഇന്ത്യക്ക് ഗുണകരമാണ്. പിണറായി വിജയൻ അതുപോലെ തന്നെ കേരളത്തിൽ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ ഡെവലപ്മെൻറ്റും വികസന പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം ഞാൻ പിണറായിയെ സപ്പോർട്ട് ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ലെഫ്റ്റ് നാഷണലിസ്റ്റാണ്. വളരെ കൃത്യമാണ്, ലെഫ്റ്റാണ്. ജനങ്ങൾക്ക് ഗുണം കിട്ടണം, നാഷണലിസ്റ്റ്, രാജ്യത്തിന് വേണ്ടി ഞാൻ ഭരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ എന്നോട് ഏത് പാർട്ടിയോടാണ് എനിക്ക് താല്പര്യം തോന്നിയാൽ ഇപ്പം ഞാൻ ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന ഇവിടെ കൺവേർഷൻ മാഫിയ അതല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് അധോലോകം ഇവരൊന്നായിട്ട് ചേർന്ന് നിൽക്കാത്ത ഈ ഫേക്ക് ജിഹാദ്, ശരിയായ ജിഹാദ് ഇതല്ല, സ്വയം നവീകരിക്കലാണ് ഫേക്ക് ജിഹാദി. അതുപോലെ തന്നെ മുസ്ലിം വിരോധം തന്നെ എക്സ്ട്രീം ഹിന്ദുത്വമുണ്ട്. എന്ന് വെച്ചാൽ ഈ ശ്രീരാമസേനയൊക്കെ പോലെയുള്ള സാധനങ്ങളുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഞാനെതിരാണ്. നമ്മളെ മെയിൻ സ്ട്രീമിലുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും, ഞാൻ BJP ഉൾപ്പെടെയുള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും സെക്യുലർ എന്നാണ് വിചാരിക്കുന്നത്. ഇനി അവർ കമ്മ്യൂണലാണെങ്കിൽ എല്ലാവരും ഏതെങ്കിലും കുറഞ്ഞും കമ്മ്യൂണലാണ്. അപ്പം ഇതാണ് എൻ്റെ നിലപാട്. ഇഷ്യൂ ബേസ്ഡാണ്, രാജ്യവും ജനവുമാണ് എൻ്റെ. പിന്നെ എനിക്ക് വേറെ താല്പര്യങ്ങളൊന്നും ഇപ്പം അല്ല, ഈ ഭാവിയിൽ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്.